ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീടാണ് കാണിക്കുന്നത് കേട്ടോ. എൻ്റെ അമ്മ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു അമ്മ വീടാണ്. ലൊക്കേഷൻ വരുന്നത് കുമാരനെല്ലൂരാണ്. അപ്പോൾ ഇവിടെ അമ്മായിയും അമ്മാവനും അമ്മയുടെ അനിയത്തിയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ അമ്മയും അവരിപ്പം രാത്രിയോട് കൂടെ വരത്തുള്ളൂ. അപ്പം അമ്മയുടെ ഇളയ അനിയത്തി കോതമംഗലത്താണ് താമസിക്കുന്നത്. അവർ അമ്മയുടെ അനിയത്തിയുടെ മോള് ചിറ്റയുടെ മോള്, അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. രാത്രിയാകുമ്പോൾ ബാക്കി എല്ലാവരും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കൂടിയിട്ടുള്ളത് ഒരു ഫംഗ്ഷന് കൂടിയതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഒക്കേഷനിൽ നമ്മൾ ഒത്തുകൂടാറുണ്ട്. ഭയങ്കര വൈബാണ് ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിപ്പോൾ ഞാൻ ഈവനിങ് വ്ളോഗായിട്ട് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് സമയത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൈകിട്ട് തന്നെ എല്ലാവരും കടയിൽ പോയപ്പോൾ ആദ്യം തന്നെ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇത് എൻ്റെ ചിറ്റയുടെ മോളാണ്, ഇളയ മോളാണ്. അപ്പോൾ ഈ വരുന്നതാണ് അമ്മായി. അപ്പോൾ ഞങ്ങളെല്ലാവരും ചോക്കോബാർ വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. നല്ല ചൂടുള്ള സമയമായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വാങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാവർക്കും പനിയായിരുന്നു. അപ്പോൾ പനിയൊക്കെ മാറി ചുമയൊക്കെ മാറിയതിന് ശേഷം ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കാമെന്ന് വെച്ച് അങ്ങനെ നമ്മൾ ചോക്കോബാർ വാങ്ങി. അതായത് ഇവരൊക്കെ കഴിക്കുന്നുണ്ട്. കാരണം ഇപ്പം മേലാകൊന്നും ഇല്ലാത്ത സമയത്ത് മാത്രമേ നമുക്കിതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. മിക്കവാറും ചുമയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ ചോക്കോ ബാറൊക്കെ വാങ്ങിച്ച് കഴിച്ചു. മാംഗോ ബാറും ചോക്ലേറ്റും ഉണ്ടായിരുന്നു. മാംഗോ ബാറിന് ഇച്ചിരി പുളിയായിരുന്നു, എന്നാലും എല്ലാവരും കഴിച്ചു കേട്ടോ. നല്ല തണുപ്പുള്ള കാരണം എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഐസ്ക്രീം തീറ്റിയും വേറെ സ്ഥലത്ത് പപ്പടബോളി ഉണ്ടാക്കുമായിരുന്നു. അപ്പം അമ്മയുടെ രീതിയൊക്കെ അടുക്കളയിൽ അപ്പം തകൃതിയായിട്ട് ബോളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഈവനിങ് സ്നാക്സ് ആയിട്ട്. അപ്പോൾ ഇതുപോലെ ബാറ്ററൊക്കെ കലക്കി വെച്ചു. മൈദാമാവും കുറച്ച് എള്ളും അതുപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇപ്പം മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ, അപ്പോൾ ആദ്യം ഇടാൻ വിട്ടുപോയായിരുന്നു. പിന്നീട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പം നമ്മൾ പപ്പടബോളി ലൈവായിട്ട് ഉണ്ടാക്കുമായിരുന്നു. ഉണ്ടാക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം എല്ലാവരും കയറി ഇറങ്ങി കഴിക്കുമായിരുന്നു കേട്ടോ. ഈ ലൈവ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഒരാൾ ഉണ്ടാക്കാൻ നിൽക്കുന്നു, അടുത്ത ആളുകൾ കഴിക്കുന്നു. അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കഴിപ്പേ ഇല്ല. എല്ലാവരും കയറി ഇറങ്ങി നടന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ തന്നെ ഒരു രസമായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ കൂടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇതിൽ സ്നാക്സ്, ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പരിപ്പ് വട, ഉള്ളിവട, ഉഴുന്നുവട ഇതൊക്കെ ഉണ്ടാക്കും. പിന്നെ അതൊക്കെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കണമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പപ്പടം വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. നോർമൽ പപ്പടം തന്നെ നമ്മളിപ്പോൾ കാച്ചുന്നത് കേട്ടോ. പപ്പട ബോളിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ പപ്പടമാണ് വേണ്ടത്. ഇപ്പോൾ ചെറിയ പപ്പടം കൊണ്ട് തന്നെ കാച്ചി നമ്മളത് ബോളിയാക്കിയും കഴിച്ചു. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കൂടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പല ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ്. പല ഫാമിലിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ കോളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുമെങ്കിലും നമ്മളിവിടെ കൂടുമ്പോൾ എല്ലാവരും വേറൊരു ലെവൽ വൈബാണ്, പറയാൻ പറ്റത്തില്ല. കാരണം ഫോണും കാര്യങ്ങളും ഒക്കെ നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ഫാമിലിയുടെ കൂടെ ചേർന്ന് എന്താ പറയുക എൻജോയ് ചെയ്യുന്നൊരു മൊമെൻറ്റ്സാണ് ഇതൊക്കെ. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഒരു ചേഞ്ചാണ് ഇവിടെ പോകുമ്പോൾ. നമ്മൾ രാവിലെ എൻ്റെ മുഖത്തോട്ടും പപ്പയുടെ മുഖത്തോട്ടും നോക്കി എല്ലാ ദിവസവും ഡെയിലി സെയിം റൂട്ടിനായിരിക്കും. ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ലോകമാണ്. ഇവരെപ്പോഴും എൻഗേജിങ് ആയിരിക്കും, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവരെ എൻഗേജ്ഡ് ആക്കാത്തതാണ് ശരിക്കും പറഞ്ഞാൽ ഫോണിലോട്ടും മറ്റുമൊക്കെ പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഫോൺ കാണണമെന്നൊന്നുമില്ല. ഇവർ എല്ലാ ജോലിയിലും കയറി അങ്ങ് ചെയ്യും. അപ്പോൾ പിന്നെ ഇവർക്ക് ആ ഒരു രസമാണ്. ഫോൺ കാണണമെന്നോ വീഡിയോ കാണണമെന്നൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ പിന്നെ നേരം പോകേണ്ടതെന്ന് ഓർത്ത് ഫോൺ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരെ എൻഗേജ്ഡ് ആക്കാൻ കൂടിയാണ് ഞാനിവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ മാളും ഒക്കെ കൂടിക്കോളും. കുറച്ചുമ്പോൾ മാളും ഇപ്പോൾ ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവൾ വേറെ എന്താ ജോലിയിലാണ്. അപ്പം ഇവൾ ഐസ്ക്രീം നിന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ വ്ളോഗ്സൊക്കെ ഇടയ്ക്കിടാം കേട്ടോ. പിന്നെ എൻ്റെ വോയിസ് ഓവർ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ബോറാണോ, ഇനി എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്യണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇനി ബോറാണെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ പരിപാടി ചെയ്യുന്നതല്ലായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വൈബ് വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പം സ്നാക്സൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചൂടോടെ സ്നാക്സൊക്കെ കയറി ഇറങ്ങി കഴിച്ചു. നമ്മുടെ രീതിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഞങ്ങളെല്ലാവരും അവിടെ എപ്പോഴും വരാൻ പറയും. കാരണം ഞങ്ങൾ വന്നാലേ ഇവിടെ ഒരു ഓളം ഉള്ളെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ മിക്കവാറും അവിടെ ചെല്ലാനായിട്ട് എപ്പോഴും പറയും കേട്ടോ. നമുക്കിപ്പം ജോലിയും കുട്ടികളുടെ പഠിത്തമൊക്കെ കാരണം നമുക്ക് എന്നും ഒന്നും പോകാൻ പറ്റാറില്ല. പിന്നെ എന്തെങ്കിലും ഒക്കേഷണലി കൂടും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസത്തിലൊരിക്കലൊക്കെ കൂടാൻ ട്രൈ ചെയ്യാറുണ്ട്. ചിലപ്പോൾ സാധിക്കാറില്ല. എന്നാലും ഇത് വളരെ രസമാണ്. ഇവിടെ വരുമ്പോഴത്തേനും എല്ലാവരും കൂടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. മെയിനായിട്ട് സന്തോഷമാണ്. എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. കിടക്കാൻ ഇടയില്ല, പിന്നെ നമുക്ക് എന്താ പറയുക നിൽക്കാൻ ഇടയില്ല. എല്ലാവരും കൂടെ കൂടിയാൽ നടക്കുമ്പോൾ കൂട്ടിമുട്ടും. അതുപോലെയാണ് വീടിനകം. പക്ഷേ എന്നാലും ഭയങ്കര സന്തോഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലും ഒരാളാണ്. നമുക്ക് നടക്കുന്ന വഴികളെ തട്ടും. അത്രയും സ്പേസേ ഉള്ളൂ അതിനുള്ളിൽ. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് ഇടയിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുള്ളതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ വലിയ വീടുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ആളുകളില്ല. എല്ലാവരും ഒറ്റപ്പെട്ടിരിക്കുന്നു, ഒരു മൂകതയിലിരിക്കുന്നു. എന്താ പറയുക, ഹാപ്പിനെസ് ഇല്ല. ശരിക്കും നമ്മൾ ഫോണിനകത്ത് നമ്മുടെ പകുതി ഒരു മുക്കാൽ ഭാഗവും നമ്മൾ സ്പെൻഡ് ചെയ്ത് കളയും.
പക്ഷേ ഇങ്ങനൊരു അവസ്ഥയ്ക്ക് വരുമ്പോൾ നമുക്ക് ഫോണൊന്നും വേണ്ട, ശരിക്കും ആർക്കും റീൽസ് വേണ്ട. ഇപ്പം ഞാൻ തന്നെ കണ്ടോ, ഞാനൊക്കെ ഇപ്പം ബോളിയൊക്കെ കഴിച്ച് അർമാദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത്, ടോട്ടലി ഒരു സന്തോഷം വൈബാണ് കേട്ടോ. സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറം എന്തെങ്കിലും വേൾഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇതിപ്പോൾ എൻ്റെ അമ്മയുടെ അനീതിയാണ്, കോതമംഗലത്താണ് അവർ താമസിക്കുന്നത്. അവരുടെ ഭാഷയും കേൾക്കാൻ ഭയങ്കര രസമാണ്. അവരുടെ വൈബ് അവരുടെ സ്ലാഗ് തന്നെ വേറെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് രസമായിട്ട്. അപ്പോൾ ഇവരൊക്കെ തുള്ളി കളിച്ച് എന്താ പറയുക, ഇവർക്കൊരു വെക്കേഷൻ മൂഡാണ്. ആക്ച്വലി വെക്കേഷൻ അല്ല, പക്ഷേ ഒരു വെക്കേഷൻ മൂഡിലോട്ട് വരും. പിന്നെ ഇവരും കുറേ നേരം കയറി ഇറങ്ങി കഴിക്കുകയൊക്കെ ചെയ്തു. വീട്ടിലൊക്കെ ഈ സ്നാക്സ് വാങ്ങിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ പപ്പട പോളിയോ അയ്യേ എനിക്ക് വേണ്ടെന്ന് പറയുന്ന ടീംസൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ ലൈവായിട്ട് വറുത്ത് ചൂടോടെ നമ്മൾ കൊടുക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഭയങ്കര രസമാണ്. ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഹാപ്പിനെസ് ആണ് കേട്ടോ. നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം. നമ്മളെല്ലാം മറന്ന് സന്തോഷിക്കുന്ന മൊമെൻറ്റ്സ് വളരെ കുറവായിരിക്കും നമ്മുടെ ലൈഫിൽ. ഇപ്പോഴും നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പപ്പട പോളി കാച്ചിപ്പോൾ നമ്മൾ രണ്ടാമത് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി കളർ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കി കോരി വെക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്കാണെങ്കിലും അമ്മ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോഴേ പിള്ളേർ രണ്ടുപേരുടെ മൂടൊക്കെ മാറും. എത്ര എന്താ പറയുക വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അമ്മ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വൈബ് വേറെ കേട്ടോ. പെട്ടെന്ന് പാക്ക് ചെയ്യുന്നു, ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്തു, പെട്ടെന്ന് തന്നെ പോകാം, വണ്ടി വിളിക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഈ ഒരു മൂഡാണ് കേട്ടോ. അപ്പം ഞാനും കുഞ്ഞുനാളിൽ ഇങ്ങനെ തന്നെയാണ്. എനിക്ക് അമ്മ വീടായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത്. ഇത് എൻ്റെ അമ്മ വീടാണ്. ആക്ച്വലി എൻ്റെ മക്കളുടെ അമ്മ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്മ വീട്. അപ്പോൾ ഇവർ മിക്കവാറും അപ്പുറത്തോട്ട് പോകുന്ന കാരണം ഇവർക്ക് അമ്മ വീട് ഒരു ലോങ് ഡിസ്റ്റൻസ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫീലില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ നല്ലൊരു അമ്മ വീട് ഫീലാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണോ കുഞ്ഞിൽ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ പിള്ളേരും. എനിക്കും അമ്മ വീട്ടിലോട്ട് പോകാനായിട്ട് ഭയങ്കര ആഗ്രഹം. കുഞ്ഞുനാളിൽ നമ്മൾ അമ്മ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞൊരു പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ച് എപ്പോഴും അവിടെ പോയി നിൽക്കണം എന്നുള്ളൊരു വെക്കേഷൻ ആയാലും ഓണാവധിക്കും വേനലവധിക്കും ഒക്കെ അവിടെ പോയി നിൽക്കണം. അവിടെയാണ് അമ്മയുടെ അമ്മ ഉള്ളായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണങ്ങി വെക്കും. ഉപ്പിലിട്ട് മാങ്ങ ഉണങ്ങി വെക്കും, നാരങ്ങ ഉണങ്ങി വെക്കും, നെല്ലിക്ക ഉണങ്ങി വെക്കും, പിന്നെ മാമ്പഴം ഇങ്ങനെ പാളയിലൊക്കെ ഉണങ്ങി വെക്കും. അതൊക്കെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഉണങ്ങി സൂക്ഷിക്കുമായിരുന്നു. അപ്പോൾ ഫസ്റ്റിലെ എന്നിട്ട് ഈ ഉണങ്ങിയ സാധനങ്ങളൊക്കെ എടുത്ത് തിന്നാനുള്ള ടെൻഡൻസിയാണ് അങ്ങനെ. പിന്നെ അമ്മയുടെ അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ കഥകൾ പറഞ്ഞു തരും. അതൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് മൂഡായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ പിള്ളേർക്കും ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വൈബാണ്. പെട്ടെന്ന് റെഡിയായിട്ട് പോകണം, അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ടെൻഡൻസി. ഒരു വെക്കേഷൻ കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു അവധി വന്നാലോ ഉടനെ അങ്ങോട്ട് പോകണമെന്ന് പറയും. അപ്പോൾ ഇവരെ കണ്ടില്ലേ, ഇവർക്ക് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, എൻ്റെ കൺട്രോളിലല്ലാതെ കുറച്ച് എല്ലാവരുടെയും കെയറിലൊന്ന് ആർമാദിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. കാരണം നമ്മൾ വീട്ടിലാകുമ്പം അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുമല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ബൗണ്ടറി ഇല്ല. ഇത് ഇവരുടെ ലോകമാണ്. ഇവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇപ്പോൾ പാത്രം കഴുകാം, കുക്ക് ചെയ്യാം, അമ്മയുടെ അനിയത്തിയുടെ കൂടെ സ്വർണ്ണമാല വെള്ളി പണിയണമെങ്കിൽ പണിയാം എന്ന് വേണ്ട. ഇവരുടെ ഒരു ലോകമാണ് ശരിക്കും. അവിടെ അതിർവരമ്പുകളില്ല എന്നുള്ള. ഇപ്പം ഞാനിപ്പം വഴക്ക് പറഞ്ഞാൽ ഇവരെല്ലാം എന്നെ വഴക്ക് പറയും, നീ എന്തിനാ പിള്ളേരെ വഴക്ക് പറഞ്ഞിരിക്കും. അപ്പോൾ ആ ഒരു ഫ്രീഡമാണ് അവർക്ക്. അവരുടെ ഒരു ലോകം തന്നെയാണ് ശരിക്കും അമ്മ വീട്. അപ്പോൾ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു കുഞ്ഞുനാളിലെ. ആ സെയിം സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവർക്കും. അപ്പം ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണ് ആ ഒരു ഹാപ്പിനെസ് മൂഡ് എൻ്റെ കുട്ടികൾക്കും കിട്ടുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, എല്ലാവരും അച്ഛനും അമ്മ മക്കൾ എന്നൊരു ഫാമിലിയിലോട്ട് വന്നപ്പം കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻസ് കൂടിയാണ് ഇതല്ലേ. അപ്പോൾ നമ്മുടെ ഫാമിലിയിലൊക്കെ ഒത്തുചേരുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് വളരെ വലുതാണ്. നമ്മളെപ്പോഴും ഈ ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പം നമ്മുടെ ഫാമിലിയിൽ ഗ്രാൻഡ് പേരൻസ് ഇല്ല, അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ഇല്ല. അവർ കാണുന്നത് നമ്മളെയാണ്. അപ്പോൾ അവരുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോണിലും മറ്റും എൻഗേജ്ഡായി കിടക്കുകയാണ്. ഇപ്പം എത്രയൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാലും കുട്ടികളുടെ ലോകം എന്ന് പറഞ്ഞാൽ ഫോണാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളിങ്ങനെയൊക്കെ ഒരു വൈബിൽ കൊണ്ടുവരുമ്പം കുട്ടികൾക്ക് ഫോണൊന്നും വേണ്ട, കൊടുത്താൽ പോലും വേണ്ട. ഇത് കണ്ടുകൊണ്ട് അവിടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ പോലും അവർക്ക് വേണ്ട, റിജക്റ്റ് ചെയ്യും. ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ അവരുടെ ആ അഡിക്ഷനൊക്കെ അങ്ങ് താനേ പോകും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നമ്മളിപ്പം മാവ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് പോവുക. ഇപ്പം ഞാൻ വീട്ടിലാണെങ്കിൽ ആക്ച്വലി ഞാനിത് സമ്മതിക്കത്തില്ല. കാരണം അവിടെ മൊത്തം വൃത്തികേടാകും, അല്ലെങ്കിൽ കൈ പൊള്ളും, ഭയങ്കര കെയർ. കാരണം വേറെ അടുത്താരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് അവരെ ഒഴിവാക്കത്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ചുറ്റിനും ആൾ നിൽപ്പുണ്ട്. ഇപ്പം ഞാൻ നിൽപ്പുണ്ട്, അപ്പം അമ്മയുടെ അനിയത്തിയുണ്ട്, അമ്മായിയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു കെയറിങ്
കെയറിങ് കിട്ടുന്നതുകൊണ്ട് കൂടെ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അവിടെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വറക്കുന്ന സമയത്ത് ഇവളെ അടുത്ത് എന്തായാലും നിർത്തത്തില്ല. ഞാൻ അവളെ മാറ്റിക്കൊണ്ട് നിർത്തിയിട്ടായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ആ ഡിഫറൻസ്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇവർക്ക് ഇങ്ങനെ ഒരു ഹാപ്പിനെസ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവരുടെ മനസ്സിലായിട്ടും ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ആയിട്ട് ഇതെപ്പോഴും ഉണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഓർമ്മ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മൂത്തയാൾ ഓർക്കുമായിരിക്കും. അവൾക്കിപ്പം ഇതൊക്കെ കുറച്ച് മെമ്മറീസൊക്കെ ഇപ്പം അമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. അപ്പം അവളെന്തായാലും ഓർക്കും, ചെറിയ ആൾ ഓർക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് മെമ്മറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഒത്തിരി വലുതായി കഴിഞ്ഞ് നമുക്കൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ എന്താ പറയുന്നത് 2K കിഡ്സിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അവർക്ക് മെമ്മറീസ് എന്തെങ്കിലും ചൈൽഡ്ഹുഡിൽ ഉണ്ടോ എന്ന് ഇതിനെ എനിക്കറിയത്തില്ല. അത് പണ്ടത്തെ കളികൾ, ഊഞ്ഞാലാടുക, അതുപോലെ തന്നെ നമ്മൾ അക്ക് കളിക്കുക, പഴയ കുറേ കളികളൊക്കെ തന്നെ കുട്ടികളിപ്പോൾ കളിക്കുന്നില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലാങ്ക്, കുറച്ച് ഫോൺസിൽ കുറച്ച് ഗെയിംസ് കളിച്ച് എക്സ്പീരിയൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മളതിനൊരു ചേഞ്ചൊക്കെ ഇടയ്ക്ക് കൊടുക്കുന്ന ബെറ്റർ ആയിരിക്കും. കാര്യം അവർക്കും അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഫോണിൽ നിന്നൊക്കെ മാറി ഒരു പ്രത്യേകതരം വൈബിൽ നമ്മൾ കൊണ്ട് വിടുമ്പം അപ്പോൾ അവർക്ക് ഒന്ന് എൻഗേജിങ് ആയിട്ടിരിക്കാനും മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകാനും ഒക്കെ നല്ല കേട്ടോ. പിള്ളേർക്ക് തന്നെയല്ല കേട്ടോ, നമുക്കും. നമ്മൾ ഇപ്പം 24 hours ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോബിൽ നിന്ന് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ഇപ്പം നമ്മൾ ട്രിപ്പൊക്കെ പോകാറുണ്ടല്ലേ. ആ ട്രിപ്പ് പോകുന്നതിനേക്കാളും അടിപൊളിയാണ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ട്രിപ്പൊക്കെ പോയാലും പോലും ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഫാമിലിയായിട്ടൊരു ട്രിപ്പ് പോയാലും നമ്മൾ തന്നെയല്ലേ കാണുന്നത്, വേറെ ആരും പുതുതായിട്ടില്ലല്ലോ. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ നമ്മുടെ നമ്മൾ വേറെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നു. അത് വേറൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളൂടെ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പം നമുക്കൊരു റിഫ്രഷ് കിട്ടും. നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകാനും ഒക്കെ രസമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ബോളി ഉണ്ടാക്കി കഴിച്ചു കുറേ നേരം. ഇത് കുറേ നേരമായി ഉണ്ടാക്കുന്നത്. അടുക്കളയ്ക്കകത്ത് നമുക്ക് ചൂടത്ത് നിന്നിട്ട് എല്ലാവരും വിയർത്തൊലിക്കുകയാണ്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഇപ്പോൾ വീട്ടിലെങ്ങാനും ആണെങ്കിൽ നിങ്ങൾ പറയും, അമ്മ വിയർക്കുന്നു, അയ്യോ ഫാനില്ല, കാറ്റില്ല, കറണ്ട് പോയാൽ തന്നെ ബഹളമാണ്. ഇപ്പോൾ ഇവിടെ ഒന്നും ആ പ്രശ്നമേ ഇല്ല. കാരണം ചൂടത്ത് നിൽക്കുക. ഈ തിളച്ച എണ്ണയുടെ ചുറ്റിനും ഞങ്ങളെല്ലാവരും നിൽപ്പുണ്ട്. പക്ഷേ നമുക്ക് ആവി എടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ചൂടാണ്, ഇറിറ്റേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ലിമിറ്റേഷൻസിൻ്റെ അമ്മ വീടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് കൂടുതൽ കിട്ടുന്നവരാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ കുറവുകളൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഇനി ഫാനില്ലയോ കിടക്കാൻ സ്ഥലമില്ലയോ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഇപ്പം ഞങ്ങൾ ഈ ഏത്തക്ക ചിപ്സ് വറുത്തേ, പക്ഷേ അത് അത്ര ഇതായില്ല, ക്രിസ്പി ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരിങ്ങനെ മെഷീനിലാണത് കട്ട് ചെയ്തിട്ട് വറക്കുന്നത്. നല്ല ടേസ്റ്റ്, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്രിസ്പിനെസ് കിട്ടിയിട്ടില്ല. അത്രയും ഫ്രൈ ആയിട്ട് വന്നില്ല. അത് കുറച്ച് നേരം ഇടുമ്പോഴത്തേനും അതിൻ്റെ കളറ് മാറി കറുത്ത കളറായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ വ്യത്യാസം. ഇത് കടിക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് ഇല്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് ഒരെണ്ണേ വറുത്തുള്ളൂ നോക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ വറുത്ത് നോക്കിയിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. പിന്നെ ഞങ്ങളത് വെറുതെ കഴിച്ചു. എന്തായാലും ഏത്തക്കയാണല്ലോ, അപ്പോൾ ഞങ്ങൾ വെറുതെ കഴിച്ചു നോക്കി. അപ്പം ഇങ്ങനെയാണത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും തിന്ന് നോക്കിയിട്ട് അത് ശരിയായില്ലെന്ന് പറയുമായിരുന്നു. കാരണം നമ്മളെന്തായാലും വറുത്താൽ അത് ഒക്കത്തില്ല. കാരണം നമ്മൾ കൈ വെച്ചിട്ടല്ലേ അരിയുന്നത്. അപ്പോൾ അതിൻ്റെ തിക്നെസ് പല രീതി വരും. അപ്പോൾ അത് ശരിയായില്ല. അപ്പോൾ ചുമ്മാ ട്രൈ നോക്കുള്ളൂ. പക്ഷേ പപ്പടപ്പൊടി സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതെല്ലാവരും, എന്നാലും സാധനമൊക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏത്തക്ക ചിപ്സൊക്കെ കഴിച്ചു. പപ്പടബോളി ഇതിൻ്റെ ആകെപ്പാട് 2 എണ്ണം ഇനി മിച്ചമുള്ളൂ. അപ്പോൾ അതും കൂടെ തീർന്ന, ശരിക്കും പറഞ്ഞാൽ പപ്പടബോളി എത്രയാണ് 10-20 അങ്ങോട്ട് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. കണക്ക് പോലും അറിയത്തില്ല. അത് മൊത്തം എല്ലാവരും അപ്പം തന്നെ തിന്നു വരുന്നു. പിന്നെ അമ്മയുടെ നെത്തി ഇപ്പം അവളിറങ്ങാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന കേട്ടോ. കാരണം തിളച്ച എണ്ണായതുകൊണ്ട് ആ ഒരു സേഫ്റ്റി നോക്കിയിട്ട് അവളെ ഇങ്ങോട്ട് വിടാനാണ്. പിന്നെ പിള്ളേരുടെ ഭാഗത്തോട്ട് പോയി. ഞാൻ അടുക്കളയിൽ തന്നെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ അടുക്കളയിലാണ്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്പേസ് ഇല്ല, എല്ലാവരും അവിടെ ഉണ്ട് അടുക്കളയിൽ. അപ്പം ഇത് വറുത്ത് എല്ലാവർക്കും കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ച് നോക്കി. തരക്കേടില്ലാത്ത ടേസ്റ്റ്, കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അത്രയും ടേസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ എല്ലാവരും കഴിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, ചൂട് തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. അതായത് കുറച്ച് ശർക്കര ഇടുന്ന മൊത്തം എല്ലാ സാധനം ചിലവായി. ചൂട് തിളച്ചിരിക്കുന്നു. ഒരു ട്രോള് ആൾ
ആൾക്കാർ ട്രോളും പിടിച്ചത്. നല്ല രസമാണ് നിങ്ങളുടെ ഭാഷയൊക്കെ. നീ എന്താണ് പണിതുകൊണ്ടിരിക്കുന്നത്? ലാപ്ടോപ്പിൽ ചുമ്മാ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. വെല്ലം വന്നിരുന്ന് മിണ്ടമ്മേ. എന്നാടി പുള്ളേ? പുള്ളേ ഇവരുടെ ഭാഷയൊക്കെ നല്ല രസമുണ്ട്. കുറച്ച് നിൽക്കാൻ പറ്റുന്നില്ല. മുട്ട ഞെക്കിക്കേ കേട്ട് കണ്ടോ രാജി നീ ഇടേ ബാക്കില. ഓ കണ്ടോടി. മാളു ഈസ് എ ഗുഡ് ഗേൾ, നോട്ട് എ ബാഡ് ഗേൾ. എന്ന് ശനിയാഴ്ച വന്ന് പണിക്കിരുന്നോണം. കാണി. ഞെക്ക ഞെക്ക. ഓ പൊളി വരണ്ടേ. ഇന്നത്തെ ദിവസം ഞാൻ പണിക്കാം. എൻ്റെ ദൈവമേ, കൊച്ചു 3 കണ്ണി പിടിപ്പിച്ചു രാജി. അതെടുക്കാൻ പറ്റില്ല. അവൾക്കറിയാന്നേ, അവളെ പിടിപ്പിച്ചാലേ 3 കണ്ണി പിടിപ്പിച്ചാ 3 കൂട്ടം. കണ്ടോ കണ്ടോ കണ്ടോടി, 4 കൂട്ടം ഇപ്പം. അങ്ങനെ എൻ്റെ ഒരു എന്നാ എത്ര വയസ്സുണ്ടോ അതിന്? നേരെ ഇരിക്കണോ അത്? മോള് തുണി മോള് ഇവിടെ നിന്ന് എടുക്ക, ഇവിടെ നിന്ന് എടുക്ക. ഇവിടുന്നോ? ഇത് നേരെ ആക്കട്ടെ. നിന്റെ പാങ്ങനെ വെക്കുക. നേരെയാക്കി അമ്മക്കണേ. എനിക്കറിയാം, ഇനി എനിക്ക് സ്കൂളിൽ പോവണ്ട. അതാ അവിടെ ചിന്തിക്കുന്നത്. സ്കൂളിൽ പോകാൻ കടയിൽ നോക്കുന്നു. എടുക്കാൻ കിടന്ന പാട്. ഞാൻ ചാവണം പിടിപ്പിക്കാൻ പഠിപ്പിച്ചോണ്ടോ? ഇതുപോലെ ഒരു കുഞ്ഞുങ്ങൾ പോലും പിടിപ്പിക്കത്തില്ല ചാവണം. ഞാൻ ചാവണം പഠിപ്പിക്കാൻ ചാവണം ചട്ടക്കൂട്ടിനകത്ത് ഇടണം. അതുകൊണ്ടല്ലേ കൊച്ചിനെ നേരത്തെ തൊട്ടേ. നമുക്ക് കണ്ടോ രാജി? കണ്ടോ? ഇനി ഇട. നമുക്ക് അമ്മങ്ങിയില്ല, ശരിക്കും അമ്മങ്ങിയില്ല. അത് സാരമില്ല, അതിങ്ങോട്ട് എടുത്തല്ലോ, വേറെ എടുത്തോ. അല്ല, അത് ഇനി കൊച്ചിന് പറ്റത്തില്ല. രാധയ്ക്ക് പറ്റുള്ളൂ. വേറെ പോ. കണ്ടോ? നീ കണ്ടോ? നല്ല കഴിവുള്ള. ഇങ്ങനത്തെ പണിയൊക്കെ പറ്റുള്ളൂ. നീ പിടിക്കുന്നുണ്ടോ? അവള് പിടിപ്പിക്കുന്നേ നമുക്ക് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കണ്ടോ? അത് മേലേക്ക് വന്നിട്ടുണ്ട്. അമ്മയുടെ ഫോണിൽ എന്റെ എടുത്തിട്ട് അന്നേരം വാട്സപ്പ് ചെയ്ത് കിടപ്പുണ്ട്. ഞാൻ എടുക്കണേ. ഇങ്ങനെയുണ്ട്. എനിക്കറിയാം. ഞാൻ പറയണേക്ക് ഫോണിലെടുത്തിട്ട് മൂന്നാമത് വെച്ചാൽ കൈ പിടിച്ചോണ്ടിരിക്കുന്ന പെട്ടെന്ന് കൊടുക്കുക. അങ്ങനെ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ വെള്ളിമാല കോർക്കാനായിട്ട്. അപ്പോൾ രാധ വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ വെള്ളിമാല കോർക്കാറുണ്ട്. ഞാൻ രാധ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ഓർക്കരുത് കേട്ടോ. കാരണം ചിറ്റിയാണെങ്കിലും ഞങ്ങളെല്ലാവരും കൊണ്ട് പേരെ വിളിപ്പിക്കുന്നത് കേട്ടോ. എന്നെയും കുഞ്ഞുനാളിലെ രാധയെന്ന് വിളിച്ചാൽ മതി, അതുപോലെ എൻ്റെ മക്കളും രാധയെന്ന് വിളിച്ചാൽ മതി എന്നായിരുന്നു പുള്ളിക്കാരി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ രാധ എന്ന് വിളിക്കുന്നത് കേട്ടോ. ചിറ്റയെന്നും ഫോർമലി ഒന്നും വിളിക്കാറില്ല. ശരിക്കും ഞങ്ങൾ കൊച്ചാത്താന്നാണ് വിളിക്കേണ്ടത്, പക്ഷേ ഞങ്ങളങ്ങനെ വിളിക്കാറില്ല കേട്ടോ. ചിറ്റയെന്ന് വിളിക്കാറില്ല, കൊച്ചാത്താന്ന് വിളിക്കാറില്ല. ഞങ്ങൾ രാധയെന്ന് വിളിക്കുന്നത് കേട്ടോ. പിള്ളേർ വരെ മുട്ടയെന്ന് വരുന്ന പിള്ളേരുടെ വരെ രാധയെന്ന് വിളിക്കാനാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ വിളിക്കുന്നത്. വീട്ടിൽ ഇരുന്ന് ഇതുപോലെ വെള്ളിമാല പണിയാറുണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് പണിയാറുണ്ട്. നമ്മുടെ കടകളിലോട്ടൊക്കെ ഒരുപിടി പണിയാറുണ്ട്. ഇപ്പോൾ ഗോൾഡ് പണിയാൻ കൊടുത്താലുള്ള അവസ്ഥ അറിയാലോ. ഒരു തൊരി പെണ്ണ് പോയി കഴിഞ്ഞാൽ എത്ര രൂപ പോകും. അപ്പോൾ അതുകൊണ്ട് വെള്ളി എങ്ങനെ ലാവശ്യമായിട്ട് പണിയാൻ കൊടുത്തു. ഇതുപോലെ മാലയൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ രാധ ഇങ്ങനെ പണിത് കടയിൽ കൊടുക്കാറുണ്ട്, ചെയിനൊക്കെ. അപ്പോൾ അതുപോലെ എപ്പോഴും ചെന്നാലും വെള്ളി കാണും, ഇങ്ങനെ പണിയാനായിട്ട് കാണുമായിരിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിള്ളേർ കയറിയപ്പം പണിയുന്നത്. അപ്പോൾ അവർക്കിത് ഭയങ്കര കൗതുകമാണ് കേട്ടോ. ഇവരാദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനൊക്കെ കുഞ്ഞുനാളെ ഇങ്ങനെ കോർത്തിട്ടൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛനൊക്കെ പണിയുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വെള്ളിയൊക്കെ പണിത് പാസരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ ആദ്യമായിട്ട് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കോർത്ത് നോക്കിയപ്പം ഒരു കണ്ണിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ശരിക്കും കറക്റ്റായിട്ട് കൊളുത്തി കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവള് പറഞ്ഞ് നാളെ തൊട്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല, ഞാൻ രാധയുടെ കൂടെ പോവുക. എന്നിട്ട് എനിക്ക് പൈസ ഗൂഗിൾ പേ ഇടണ്ട, ക്യാഷായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾക്ക് ഭയങ്കര സന്തോഷമായി കൊച്ചുമോക്ക്. അത് കഴിഞ്ഞ് അവൾ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്ന് ചെയ്തോളാം, ഞാൻ വേറെ ഒന്നിനും വരുന്നില്ലെന്ന് പറഞ്ഞ്. ഈ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ മോള്, എൻ്റെ ഇളയ മോളിങ്ങനെ പറഞ്ഞ് ഭയങ്കര അത്ഭുതമായിപ്പോയി കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ എൻഗേജഡാക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവർക്ക്
അവർക്ക് ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇവർ എത്ര നേരം വേണേലും ഇരിക്കും, എൻഗേജ്ഡ് ആക്കാൻ പറ്റും. കാരണം ഫോൺ എത്ര നമ്മളെപ്പോഴും പറയും മോള് ഫോൺ അഡിക്ഷനാണ്, ഫോൺ കണ്ടാലേ ഉള്ളൂ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ നമ്മൾ വഴക്ക് പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ കുറേ സമയം ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു, അവരതിൽ എൻഗേജ്ഡ് ആകും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടത് അവളത് ചെയ്യാൻ വേണ്ടി തന്നെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ഭയങ്കര കോൺസെൻട്രേഷൻ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ ചവണ പിടിക്കാൻ തന്നെ നല്ല പാടാണ്. ഇച്ചിരി വെയിറ്റുള്ള ചവണ, ഇത് ഇച്ചിരി വലിപ്പമുള്ള ചവണയാണ്. അപ്പോൾ അത് വെച്ചിട്ട് അവൾ കറക്റ്റായിട്ട് ഇടാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ തവണ ഇടുമ്പം കറക്റ്റായിട്ട് ഇടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ചിരിച്ചു മറിയുവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സമയമെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈവനിങ് വ്ലോഗ് എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ വൈകിട്ടായി കേട്ടോ. ഞങ്ങൾ സ്നാക്സ് കഴിപ്പും കഴിഞ്ഞു, അതുപോലെ തന്നെ പിള്ളേരുടെ കുറച്ച് കളിയും മേളാങ്കവും ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ ചെയിനൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ രാത്രിയാകാറായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ചെറിയ ചെറിയ എന്താ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ വലിയ വലിയ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കിതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഇത് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് കേട്ടോ. അവരിതൊക്കെ ചെയ്യാനായിട്ട് കാണിക്കുന്ന ഇൻട്രസ്റ്റും അതുപോലെ തന്നെ അവർക്ക് കിട്ടുമ്പോൾ എന്തോ വലിയൊരു കാര്യം സാധിച്ച പോലെയാണ്. ഒരു കണ്ണ് പിടിപ്പിക്കുമ്പോൾ തന്നെ അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത്രയും ചെറിയൊരു കാര്യമാണ്, പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, വ്ളോഗായിട്ട് ഇടാം കേട്ടോ. പിന്നെ ഈ അമ്മയുടെ വീഡിയോസ് പറഞ്ഞ പോലെ ഇത് വല്ല കാലത്ത് മുത്ത് കിട്ടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ പോകുമ്പോൾ മിക്കവാറും എടുത്ത് വെക്കാറുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവർ തന്നെ ചോദിക്കും, ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴേ എല്ലാവരും മാറും. കാരണം എല്ലാവർക്കും ഫേസിൽ എന്താ പറയുക വീഡിയോ ക്യാമറയ്ക്ക് മുന്നിൽ വരാനൊക്കെ പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ വെക്കാറുണ്ട് അവിടെ പോകുമ്പോഴൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അതുപോലത്തെ വീഡിയോസൊക്കെ വ്ളോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ, കാരണം വ്ളോഗ് ചെയ്ത് ഞാൻ വെറുപ്പിക്കുന്നില്ല, ഇടയ്ക്കൊക്കെ വ്ളോഗുമായിട്ട് വരാം. നമ്മുടെ അമ്മാത്തവിടെ വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഞാൻ ആ ഉദ്ദേശിച്ച ഹാപ്പിനെസ്സും സന്തോഷമൊക്കെ നിങ്ങളോട് എത്തിയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് വിഷ്വൽ കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഫീൽ ചെയ്ത ഹാപ്പിനെസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, എൻ്റെ മക്കൾ ഫീൽ ചെയ്ത ഹാപ്പിനെസ്സും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും മാക്സിമം നിങ്ങൾക്കിലോട്ട് എത്തിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി പുതിയ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.